അവര് തമ്മില് അത്രയ്ക്ക് വലിയ പ്രശ്നമാണോ? ഒന്നുമില്ലമ്മേ, ഇതൊരു സാധാരണ വഴക്കായിട്ടാ എനിക്ക് തോന്നുന്നേ. അല്ലെങ്കിൽ തന്നെ രാജുവിനെയും ഋതികമോളെയും നമുക്കറിയില്ലേ. അമ്മ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അതൊക്കെ അവര് തമ്മിലുള്ള കാര്യം അവര് തന്നെ പരിഹരിച്ചോളും. അമ്മ, ദേ ഋതികമോള് വരുന്നുണ്ട്. ആ കൊച്ചിനോട് ഇതൊന്നും ചോദിക്കണ്ട കേട്ടോ. ചോദിക്കാതിരിക്കുന്നത് ശരിയാണോ മോളെ? ഇതങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് അത്ര നല്ലതല്ലല്ലോ. രാധമ്മേ, ചപ്പാത്തി കറിയാണോ? ഞാൻ വരാൻ താമസിച്ചു പോയോ? താമസിച്ചു പോയിട്ടൊന്നുമില്ല, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അപ്പോ ചപ്പാത്തി ഞാൻ പരത്താം. പിന്നെന്താ, ഞാൻ ചപ്പാത്തി പരത്തിയാലേ പലതും പല ആകൃതിയിലായിരിക്കും. പരത്തിക്കോ. ശരി. അവൾക്ക് ആ സമയം കൂടെ പോയി ജയനോട് വഴക്കിടാലോ. ആഹാ, വഴക്കുണ്ടാക്കുന്നത് ഞാനാണോ? ജയേട്ടനല്ലേ? അല്ല, ഈ കല്യാണം കഴിക്കുന്നതൊക്കെ വഴക്കുണ്ടാക്കാൻ വേണ്ടിയാണോ? വഴക്കാണോ പ്രധാനം? എന്നുവെച്ചാ അമ്മ വഴക്കുണ്ടാക്കാത്തൊരാള്. എത്ര ദിവസാ എന്റെ അച്ഛനെ മുള്ളാണിയിൽ നിർത്തിയത്? എനിക്ക് മനസ്സിലായി, ഇവർ ഈ സബ്ജക്ട് എടുത്തിട്ടത് തന്നെ ഞങ്ങളുടെ കാര്യം ഉദ്ദേശിച്ച. ആ, ഞാനും വേണുവേട്ടനും തമ്മിൽ വഴക്കുണ്ടായി എന്നുള്ളത് നേരാ. അതിനൊരു കാരണം ഉണ്ടായിരുന്നു. ഇരു കൂട്ടർക്കും പരസ്പരം ബോധ്യപ്പെട്ടപ്പോ ഞങ്ങളത് അവസാനിപ്പിക്കുകയും ചെയ്തു. രാജു, ഇങ്ങ് വാ. എന്താമ്മേ? നീ എന്താ വന്നിട്ട് പെട്ടെന്നങ്ങ് തിരിച്ചു പോയത്? ഏയ് ഒന്നുമില്ല, നിങ്ങൾ തിരക്കിട്ട ജോലിയിലല്ലേ, അതുകൊണ്ട് ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതി പോയതാ. ആണോ? നീ മോളോട് പിണക്കമാണോ? എനിക്ക് ആരോടും പിണക്കമില്ലമ്മേ, എല്ലാവർക്കും എന്നോടാ പിണക്കം. ആ എല്ലാവരും ആരാ? ഞാനാ. എല്ലാവരും ഒന്ന് രാജു അർത്ഥമാക്കിയത് എന്നെയാ. രാധമ്മയ്ക്ക് അറിയാലോ, പിണക്കവും വഴക്കവും ഒന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല. രാജുവിനാ രാധമ്മേ എന്നോട് പിണക്കം. എന്ത് പറഞ്ഞാലും വഴക്കും പിണക്കും. അയ്യോ, എന്നോടിപ്പോ സ്നേഹത്തോടെ ഒരക്ഷരം പോലും പറയാറേയില്ല. മാഡം, മാഡം നുണ പറയല്ലേ? ഞാൻ പറയുന്ന നുണയൊന്നുമല്ല, സത്യം. ആ, അതിരിക്കട്ടെ. എന്തായാലും ഈ വഴക്കിനൊരു കാരണം ഉണ്ടാവുമല്ലോ. എന്താ കാരണം?